ശശി തരൂർ ഇന്നലെ തിരിച്ചെത്തി. കൃത്യമായ വാക്കുകളാണ് അദ്ദേഹം ഓരോ രാജ്യത്തും ഉപയോഗിച്ചത്. അതിൽ ഒന്ന് ഇതാണ്, അതായത് സ്വന്തം വീട്ടിൽ പാമ്പിനെ വളർത്തുമ്പോൾ അത് അയലത്തുകാരെ മാത്രം കടിക്കും എന്ന് കരുതുന്നത് തെറ്റാണ്. പാകിസ്ഥാനുള്ള ശക്തമായ മുന്നറിയിപ്പാണത് ഭീകരവാദത്തിനെതിരെ. അപ്പോൾ കൃത്യമായ രീതിയിൽ ഓരോ രാജ്യത്തും മോദി എന്താണോ ഉദ്ദേശിച്ചത് അത് കൃത്യമായി പാലിക്കാൻ തരൂരിന് കഴിഞ്ഞു. തരൂരിനെ സംബന്ധിച്ചിടത്തോളം ഇനി കോൺഗ്രസ്സിൽ അദ്ദേഹം അനഭിമതനായി കഴിഞ്ഞു. കാരണം കോൺഗ്രസ്സിൽ കഴിവുള്ളവർ വന്നു കഴിഞ്ഞാൽ അയാളെ ഒതുക്കുന്ന പതിവാണുള്ളത്. BJP സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഒരു ഗിഫ്റ്റാണ് തരൂർ എത്തിയാൽ. അതുകൂടാതെ തന്നെ തിരുവനന്തപുരത്ത് തെരഞ്ഞെടുപ്പ് നടന്നാലും BJPക്ക് ഒരു സീറ്റ് കൂടി നേടാം. അപ്പോൾ അതുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള നീക്കങ്ങൾ ഏത് തരത്തിൽ നമുക്ക് വ്യാഖ്യാനിക്കാം? ശ്രീ ശശി തരൂർ മാത്രമല്ല, സുപ്രിയ സുലെ, അതെ, ജോൺ ബ്രിട്ടാസ് തുടങ്ങി പ്രതിപക്ഷത്തു നിന്നുള്ള പ്രധാനപ്പെട്ട പാർട്ടികളുടെ പല നേതാക്കന്മാരും ഈ പ്രതിനിധി സംഘത്തിന്റെ ഭാഗമായി. BJP മാത്രമല്ലല്ലോ, ഏതാണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രധാനപ്പെട്ട അടക്കമുള്ള ആളുകൾ, OIC അടക്കമുള്ള ആളുകളൊക്കെ പ്രതിനിധി സംഘത്തിന്റെ ഭാഗമായി. അപ്പോൾ SP-യുടെ നേതാക്കന്മാർ ഇവരെല്ലാവരും ഉണ്ടായിരുന്നു. ശശി തരൂർ അതിൽ പ്രധാനമായും ശ്രദ്ധിക്കപ്പെടാനുള്ളൊരു കാരണം അദ്ദേഹത്തിന് വലിയ അനുഭവ സമ്പത്ത് വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ തന്നെ ഉണ്ട്. അദ്ദേഹം UN ജോലി ചെയ്യുന്ന സമയത്താണെങ്കിലും UN സെക്രട്ടറി ജനറലായി മത്സരിക്കുന്നതിന് ശേഷമാണെങ്കിലും ഒക്കെ പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ല. ലോക രാജ്യത്തെ പ്രധാനപ്പെട്ട പല രാജ്യങ്ങളെ സംബന്ധിച്ച് ശശി തരൂർ എന്നുള്ളത് ഇന്ത്യക്കാരനായ ശശി തരൂരിനെ പോലെ തന്നെ അവരെ സംബന്ധിച്ച് ഒരു നയതന്ത്രജ്ഞൻ എന്നുള്ള നിലയ്ക്ക് ഒരു വിശ്വപൗരനാണ് ശരിക്കും ശശി തരൂർ. അപ്പം അദ്ദേഹം പറയുന്ന കാര്യങ്ങളെ സംബന്ധിച്ചും അദ്ദേഹത്തിൻ്റെ വിശകലനങ്ങളെ സംബന്ധിച്ചും മറ്റ് രാജ്യങ്ങളെ സംബന്ധിച്ചൊരു പ്രധാനപ്പെട്ട വിഷയം ഉള്ളതാണ്. ഇപ്പോൾ അങ്ങ് സൂചിപ്പിച്ചതുപോലെ തീവ്രവാദ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന സംഘടനകൾ അല്ലെങ്കിൽ ആളുകൾ അല്ലെങ്കിൽ രാജ്യങ്ങൾ, അവർക്ക് അത് ഉണ്ടാക്കുന്ന ഒരു പ്രശ്നം ഇത്രയും സിമ്പിളായി, ഇത്രയും ബ്യൂട്ടിഫുള്ളായി നരേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻ്റർനാഷണൽ ഫിഗർ എന്ന് പറയുന്നത് ശശി തരൂർ പോലെ ഇന്ത്യയിലുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തെക്കാൾ അപ്പുറത്ത് അദ്ദേഹം ഈ തവണ പഹൽഗാം വിഷയമുണ്ടായതിനു ശേഷം സ്വീകരിച്ചിട്ടുള്ള നിലപാട്, അത് നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയയിൽ പ്രതിപക്ഷ നേതൃത്വത്തിൽ നിന്ന് ഒരാൾ സ്വീകരിക്കുന്ന ഏറ്റവും സുശക്തമായിട്ടുള്ള നിലപാടാണ്. പണ്ട് ആ നിലപാട് ശ്രീ വാജ്പേയി അടക്കമുള്ള ആളുകൾ സ്വീകരിച്ചത് കൊണ്ടാണ് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴും അദ്ദേഹത്തെ വിഷയങ്ങൾ അവതരിപ്പിക്കാൻ മറ്റു രാജ്യങ്ങളിലേക്കും UN-ലേക്കൊക്കെ പറഞ്ഞുവിടാനുള്ള സാഹചര്യം അത് ഗവൺമെൻറ് കാണിച്ചത്. അപ്പോൾ ശ്രീ ശശി തരൂർ ആ നിലയിലേക്ക് കാണുകയും രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുകയും രാജ്യ താല്പര്യത്തോടൊപ്പം നിൽക്കുന്ന നിലപാട് സ്വീകരിക്കുകയും നയതന്ത്രപരമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ്. കോൺഗ്രസ്സിന് അദ്ദേഹം എങ്ങനെ അനഭിമതനാകുന്നു എന്ന് ചോദിച്ചാൽ, അദ്ദേഹം ഇപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ പേര് പറയാതെ, ഇന്ത്യൻ ഭരണ സംവിധാനത്തിൻ്റെ പേര് പറയാതെ എങ്ങനെയാണ് ഇന്ത്യയുടെ നിലപാട് വേറൊരു രാജ്യത്ത് പോയി വിശദീകരിക്കാൻ കഴിയുക? പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിൻ്റെ പ്രതിനിധിയായിട്ടാണല്ലോ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ അദ്ദേഹം ശ്രീ നരേന്ദ്രമോദിജിയുടെ പേര് പറയുന്നത് തെറ്റായിട്ടാണ് കോൺഗ്രസ് കാണുന്നത്. അവർ പറയുന്നത് കോൺഗ്രസിന്റെ നേതാക്കന്മാരെ തന്നെ വീണ്ടും പ്രധാനമന്ത്രിയായി നടക്കുന്ന കാര്യമല്ലല്ലോ. അപ്പൊ ഈ രാജ്യത്തിന് പണ്ട് നെഹ്റു ചെയ്ത കാര്യങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞില്ല? അതിനെന്ത് പ്രസക്തിയാണുള്ളത്? അല്ല, ഇപ്പോഴത്തെ വിഷയമല്ലേ. പണ്ടത്തെ വിഷയം എന്ന് പറയുന്നത് സ്വാഭാവികമായും അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിലും അന്നത്തെ ഇന്റർനാഷണൽ സിനോറിയയിൽ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട യുദ്ധത്തിന്റെ കാര്യത്തിലാണെങ്കിലും അന്നത്തെ വിഷയങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ അന്നത്തെ സാഹചര്യം വരെയാണ്. അന്ന് ഇന്ത്യക്കൊപ്പം റഷ്യ നിൽക്കുന്നു എന്ന് പറയുന്നത് പോലെ തന്നെയാണ് അമേരിക്ക മറ്റു രാജ്യങ്ങളുടെ ഒപ്പം നിന്നിരുന്നതും. അത് രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇനി അതിനുശേഷം ഉണ്ടായിട്ടുള്ള ഇന്ത്യയും പാകിസ്ഥാനും ഇന്ത്യയും ചൈനയും തമ്മിലൊക്കെ യുദ്ധം നടക്കുന്ന സമയത്താണെങ്കിലും ഒക്കെ റഷ്യ അന്ന് ഇന്ത്യക്കൊപ്പമാണ് എന്നുള്ളതാണ് പൊതുവെയുള്ള നിലപാട്. ഇന്ന് നമുക്കൊപ്പമുണ്ട് എന്ന് പറയുമ്പോൾ പോലും റഷ്യയുടെ അത്രയും പൊളിറ്റിക്കൽ ശക്തി, അന്നത്തെ രാഷ്ട്രീയപരമായിട്ടുള്ള നിലപാടും ശക്തിയും ഇന്ന് റഷ്യക്കില്ല. റഷ്യ പോലും ആക്രമിക്കപ്പെടുന്ന സാഹചര്യത്തിലാണുള്ളത്. അപ്പോൾ സ്വാഭാവികമായും അങ്ങനത്തെ ഒരു വലിയ സാമ്പത്തിക ശക്തി അതല്ലെങ്കിൽ സൈനിക ശക്തിയുള്ള രാജ്യങ്ങൾ, അങ്ങനെയുള്ള രാജ്യങ്ങളുടെ ഒരു വലിയ പിന്തുണ എന്നുള്ളത് ഇന്ന് ഇന്ത്യയുടെ പിന്തുണ മറ്റു രാജ്യങ്ങൾ ആഗ്രഹിക്കുകയും മറ്റു രാജ്യങ്ങൾ ഇന്ത്യക്കൊപ്പം നിൽക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന നിലപാടുകളിലാണ്. ഇപ്പം തീവ്രവാദത്തിനെതിരെ ഇന്ത്യ എടുത്തിട്ടുള്ള നിലപാടിനോടൊപ്പം ലോകത്തിലെ എല്ലാ പ്രധാനപ്പെട്ട രാജ്യങ്ങളും നിൽക്കാൻ ഇന്ത്യൻ നിലപാടിനെ ഒരു രാജ്യവും തള്ളിപ്പറഞ്ഞിട്ടില്ല.
ഇപ്പോൾ പാകിസ്ഥാനെ അതിനുശേഷവും ആളുകൾ തള്ളിപ്പറഞ്ഞിട്ടില്ല എന്ന് വിമർശിക്കുന്നവരാണ് കോൺഗ്രസ്സുകാർ. പാകിസ്ഥാനെ എന്തുകൊണ്ട് ലോകരാജ്യങ്ങൾ തള്ളിപ്പറയുന്നില്ല എന്ന് ചോദിച്ചാൽ അങ്ങനെ തള്ളിപ്പറയുക എന്നുള്ളതല്ല, അംഗീകരിക്കുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം. പാകിസ്ഥാനെ അംഗീകരിച്ച രാജ്യങ്ങൾ എത്രയുണ്ട്? നമ്മുടെ 5 പേരിൽ എണ്ണിത്തീർക്കാവുന്ന അത്ര ഇല്ല പാകിസ്ഥാനെ അംഗീകരിച്ചവർ. പക്ഷേ ഏതെങ്കിലും ഒരു രാജ്യം ഇന്ത്യക്കെതിരായ നിലപാട് സ്വീകരിച്ചു, ഒരാളും ഇന്ത്യക്കെതിരായ നിലപാട് സ്വീകരിച്ചില്ല. അപ്പോൾ സ്വാഭാവികമായും ഒരു നിലപാട്, രാഷ്ട്രീയ നിലപാട് കോൺഗ്രസ്സുകാരനായ ശ്രീ ശശി തരൂർ എടുക്കുമ്പോൾ കോൺഗ്രസ്സുകാർ കാണുന്നത് അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാൻ പാടില്ല. അത് ജനാധിപത്യ മര്യാദയ്ക്ക് ചേരുന്നതല്ല. അങ്ങനെയാണെങ്കിൽ ശ്രീ രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് അവർ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലക്ക് പോകാൻ വേണ്ടി അവരുടെ പ്രതിനിധി സംഘത്തിന് തലവനായി നിശ്ചയിച്ചില്ല? കോൺഗ്രസിന് നിശ്ചയിക്കാലോ. കോൺഗ്രസ് പ്രതിനിധികളെ കൊടുത്തപ്പോൾ അവരുടെ ഒന്നാമത്തെ പേര് ആരുടെ ആയിരുന്നു വരേണ്ടിയിരുന്നത്? ശ്രീ രാഹുൽ ഗാന്ധിയുടേതായിരുന്നു. അപ്പൊ രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് അവർ നിശ്ചയിച്ചില്ല? അപ്പൊ അതിനൊരു പ്രത്യേകമായിട്ടുള്ള കാരണം ഉണ്ടാകുമല്ലോ. ഒന്നുകിൽ രാഹുൽ ഗാന്ധി അതിന് പറ്റുന്നയാളല്ല എന്ന് കോൺഗ്രസ്സുകാർക്ക് ഒരു ധാരണയുണ്ടാകും, അതല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് സ്വയം അങ്ങനെ ഒരു ധാരണ ഉണ്ടാകും, താൻ അങ്ങനെ ലോകരാജ്യങ്ങളിൽ പോയി ഇന്ത്യക്ക് അനുകൂലമായി പറയേണ്ട ഒരാളല്ല. അതുകൊണ്ടാണല്ലോ അദ്ദേഹം എന്തുകൊണ്ടാണ് രണ്ടാമത് പറഞ്ഞതാണ് സത്യം. ചിലപ്പോൾ സോണിയാഗാന്ധി രാഹുൽ ഗാന്ധിയും കൂടെ വീട്ടിൽ ഇരുന്നിട്ട് ആലോചിച്ചിട്ടുണ്ടാവും, ഇതിങ്ങനെ നീ പോയാൽ എങ്ങനെ ഉണ്ടെന്ന് പറയുമ്പോൾ അമ്മ ഞാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കുളമാവും. അവരെ സംബന്ധിച്ച് അവരുടെ ഒരു രാഷ്ട്രീയ നിലപാട്, കോൺഗ്രസിന്റെ ഒരു രാഷ്ട്രീയ നിലപാട് ശക്തമായി വേദികളിൽ പറയാൻ ആർക്കാ കഴിയുക? ഒന്നുകിൽ കോൺഗ്രസിന്റെ AICCയുടെ അധ്യക്ഷൻ, അതല്ലെങ്കിൽ രാജ്യത്തിന്റെ കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവ്. ഈ രണ്ടുപേരും പോകുന്നില്ല എന്നവർ തീരുമാനിക്കുന്ന എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അപ്പോൾ കോൺഗ്രസിന്റെ ഏറ്റവും സുപ്രധാനമായ ചുമതലയിരിക്കുന്ന രണ്ടുപേരും പോകണ്ട എന്ന് തീരുമാനിക്കുമ്പോൾ തങ്ങളുടെ നിലപാട് ഇന്ത്യയുടെ ജനാധിപത്യ പ്രക്രിയക്ക് ഈ തീവ്രവാദ വിരുദ്ധ മനോഭാവത്തിനൊപ്പമല്ല എന്നുള്ളതാണ്. അതേസമയം തന്നെ അവർ പ്രതിനിധികളെ നിശ്ചയിക്കുകയും ചെയ്യുന്നു. അപ്പോൾ പ്രധാനപ്പെട്ട വേദികളിൽ, ഇപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പാർലമെന്റിൽ ഒരു പ്രസ്താവന നടത്തുന്നത് പോലെ തന്നെയാണ് പ്രതിപക്ഷ നേതാവ് ഒരു വിഷയം ഉന്നയിക്കുന്നതും. അപ്പോൾ ഏറ്റവും ശക്തമായി ഇന്ത്യക്ക് അനുകൂലമായി ആ തരത്തിൽ ഒരു നിലപാട് പറയാൻ കഴിയുന്ന ആർക്കാണ്? പ്രതിപക്ഷ നേതാവിന് കൂടിയാണ്. അദ്ദേഹത്തിന് അവർ ഉൾപ്പെടുത്തുന്നില്ല. അപ്പോൾ കോൺഗ്രസ് അവരുടെ നിലപാട് ഇന്ത്യക്ക് അനുകൂലമായ നിലപാട് പറയുന്നതിനേക്കാൾ അപ്പുറത്ത് പരോക്ഷമായി പാകിസ്ഥാന് ഏതെങ്കിലും തരത്തിൽ ഗുണം കിട്ടുന്ന നിലപാടുകൾ പറയാൻ പറ്റുമോ എന്ന് ആലോചിക്കുന്ന ഒരു രാഷ്ട്രീയത്തിലേക്ക് എത്തിയിരിക്കുന്നു. അതിന് ഇന്ത്യയിലൊരു രാഷ്ട്രീയമുണ്ട്. അങ്ങനെ കാണുമ്പോൾ ഇന്ത്യയിൽ അതിനൊരു രാഷ്ട്രീയമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് കോൺഗ്രസ്സുകാർ. ഇപ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്തുകൊണ്ട് പാർലമെന്റ് വിളിക്കുന്നില്ല എന്നാണ് അവരുടെ ഒരു ചോദ്യം. എന്തുകൊണ്ട് പ്രധാനമന്ത്രി സർവകക്ഷി യോഗത്തിൽ വരുന്നില്ല എന്നതാണ് രണ്ടാമത്തെ ചോദ്യം. 3, ഇന്ത്യക്ക് എത്ര പ്ലെയിനുകൾ നഷ്ടപ്പെട്ടു ഈ യുദ്ധത്തിൽ? എത്ര വിമാനങ്ങൾ ഇന്ത്യക്ക് നഷ്ടപ്പെട്ടു? എത്ര സൈനികർ ഇന്ത്യക്ക് നഷ്ടപ്പെട്ടു? ഈ തരത്തിൽ അവർ കണക്ക് ചോദിക്കുകയാണ്. ഇത് കണക്ക് ചോദിക്കുന്നതിന്റെ ഉദ്ദേശം, തങ്ങൾ ചോദിക്കുന്നതിന് ഉത്തരം ഗവൺമെന്റ് പറഞ്ഞാൽ അത് ലോകത്തിന്റെ മുൻപിലായി. അപ്പോൾ നമ്മുടെ സതുദ്ദേശപരമായ ഒരു ചോദ്യത്തിനേക്കാൾ അപ്പുറത്ത് ശത്രുപക്ഷത്തിലെ ആളുകൾക്ക് ഏതെങ്കിലും ഗുണം കിട്ടുന്ന ഉത്തരം കിട്ടുമോ എന്നാണ് ആലോചിക്കുന്നത്. അപ്പൊ അങ്ങനെ ആലോചിക്കുന്ന ആളുകൾ പ്രതിപക്ഷ നേതാവ് പോകുന്നില്ല എന്ന് തീരുമാനിച്ചാൽ അത്ഭുതപ്പെടാനില്ല. അപ്പൊ ശശി തരൂർ പോകുക എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ ശക്തനായ ഒരു വക്താവ്, AICC അധ്യക്ഷനായി മത്സരിച്ച ഒരാൾ. ഇപ്പൊ കോൺഗ്രസിന്റെ ഒരു പഴയകാലത്തെ സിസ്റ്റം അനുസരിച്ചാണെങ്കിൽ മത്സരിക്കുന്ന ഒരാൾ അടുത്ത വൈസ് പ്രസിഡന്റ് ആവുകയാണ് ചെയ്യേണ്ടത്. എന്ന് പറഞ്ഞാൽ പ്രസിഡന്റിനൊപ്പം കരുതപ്പെടാവുന്ന ഒരു പ്രധാനപ്പെട്ട പോസ്റ്റിലാണ് അവർ വരേണ്ടത്. ശശി തരൂരിനെ അവർ അങ്ങനെയും പരിഗണിച്ചില്ല. അപ്പൊ അദ്ദേഹം എടുക്കുന്ന നിലപാടുകൾ പലപ്പോഴും കോൺഗ്രസിന്റെ പൊതു നിലപാടിൽ നിന്ന് വ്യത്യസ്തമാകുന്നതിന്റെ കാരണം അദ്ദേഹം രാജ്യത്തിന് അനുകൂലമായി, ജനാധിപത്യ സംവിധാനത്തിന് അനുകൂലമായി ചിന്തിച്ച് പ്രവർത്തിച്ചു. ആ നിലപാട് അദ്ദേഹം സ്വീകരിച്ചു. ആ നിലപാട് സ്വാഭാവികമായും ലോകത്തിന് മുമ്പിൽ ആ നിലപാടല്ലാതെ മറ്റേ നിലപാട് എടുക്കാൻ കഴിയുക. ശശി തരൂർ ഈ പ്രതിനിധി സംഘത്തിന്റെ ഭാഗമായി പോകുമ്പോൾ ആ പ്രതിനിധി സംഘം, മുഴുവൻ പ്രതിനിധി സംഘവും പോയിട്ടുള്ളതിൽ ഏറ്റവും ശക്തമായ നിലപാടുകൾ അവതരിപ്പിക്കാൻ കഴിയുന്ന രാജ്യങ്ങളിലേക്കും നിലപാടുകൾ പറയാൻ കഴിയുന്ന നേതൃത്വത്തിലേക്കുമാണ് അദ്ദേഹം പോയത്. അപ്പോൾ അദ്ദേഹം അങ്ങ് ചോദിച്ച ഒരു പ്രധാനപ്പെട്ട ചോദ്യം, ശശി തരൂരിന് കോൺഗ്രസിൽ ഇനി സ്ഥാനമുണ്ടാകും, അത് കോൺഗ്രസ്സുകാർ തീരുമാനിക്കേണ്ട കാര്യമാണ്. രണ്ടാമത്തത് അദ്ദേഹം തീരുമാനിക്കേണ്ട കാര്യമാണ്, കോൺഗ്രസിൽ തുടരാൻ പറ്റുന്നതാണോ എന്നുള്ളത്. അദ്ദേഹത്തിനെ പോലെ ഒരു ജനാധിപത്യ ബോധമുള്ള ഒരാളെ സംബന്ധിച്ച് കോൺഗ്രസിൽ എത്ര കാലം തുടരാൻ പറ്റും? അതൊരു ഏകാധിപത്യ പാർട്ടിയാണെന്ന് കോൺഗ്രസിനകത്ത് തന്നെ നിൽക്കുന്ന തലമുതിർന്ന പല നേതാക്കന്മാരും അടുത്ത കാലത്ത് പറഞ്ഞു കഴിഞ്ഞു. സൽമാൻ ഖുർഷിദ് അടക്കമുള്ള ആളുകൾ വ്യക്തമായി പറഞ്ഞു അതൊരു വ്യക്തി കേന്ദ്രീകൃതമായി പോകുന്ന ഒരു രാഷ്ട്രീയ സംവിധാനമായി മാറിയിരിക്കുന്നു എന്നുള്ളത്. പല പ്രമുഖരായിട്ടുള്ള ആളുകളും കോൺഗ്രസിനോട് വിട പറയുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഗുലാം നബി ആസാദ് അവർക്ക് എതിരായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. കപിൽ സിബൽ അവർക്കെതിരായ നിലപാടുകൾ സ്വീകരിക്കുന്ന ആളാണിപ്പോൾ. അപ്പോൾ കോൺഗ്രസിനകത്ത്
വലിയ തരത്തിൽ കോൺഗ്രസിന്റെ നിലപാടുകളോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്ന ആളുകളാണ് നേതൃത്വത്തിലിരിക്കുന്ന പല പ്രമുഖരായിട്ടുള്ള അതെ അതെ പഴയകാല നേതാക്കന്മാർ. അതെ അതെ അപ്പൊ ശശി തരൂരിനെ പോലെ ഒരു ജനാധിപത്യപരമായി ചിന്തിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അധികകാലം കോൺഗ്രസിനകത്ത് പോകാൻ കഴിയില്ല. കഴിയില്ല. അതിന് തിരുവനന്തപുരത്ത് വേറൊരു ഇലക്ഷനായി മാറുമോ, അത് മറ്റേതെങ്കിലും രാഷ്ട്രീയപരമായ നിലപാടുകളിലേക്ക് മാറുമോ എന്നുള്ളത് വരുംകാല രാഷ്ട്രീയമാണ്. അതെ. അത് ശശി തരൂർ തീരുമാനിക്കേണ്ട രാഷ്ട്രീയമാണ്. മാത്രമല്ല അന്ന് ഇതുപോലെ പോയ സമയത്ത് അടൽ ബിഹാരി വാജ്പേയിയാണ് അന്ന് BJP അന്ന് പോയത്. അപ്പം അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കോൺഗ്രസ് അദ്ദേഹത്തെ ഒരു അഭിമാനപൂർവ്വം സ്വീകരിക്കേണ്ടതാണ് ശരിക്കും കാണേണ്ടത്. പക്ഷേ അദ്ദേഹത്തെ ഇകഴ്ത്തുക, അദ്ദേഹത്തിനെതിരായി പരാമർശം നടത്തുക, ഇതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കണ്ടത് ആ. കോൺഗ്രസിന് പ്രതിനിധി സംഘത്തെ നിശ്ചയിക്കാനുള്ള സാഹചര്യം കിട്ടിയപ്പോൾ പോലും ഉം. അവർ ശശി തരൂരിന്റെ പേര് അതിൽ ഒന്നിലും പേര് പോലും ഉൾപ്പെടുത്തിയില്ല ഉൾപ്പെടുത്തിയില്ല. എന്നുള്ളതാണ്. അതെ 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 അപ്പൊ ശശി തരൂരിനെ പോലെ ഇത്രയും പ്രഗത്ഭനായ ഒരു നയതന്ത്രജ്ഞന് അതെ അല്ലെങ്കിൽ ഒരു ഇന്റർനാഷണൽ ഫിഗറായി നിൽക്കുന്ന ഒരാളെ അവരുടെ ഒരു പ്രതിനിധി സംഘത്തിന്റെ ഭാഗമായി പോലും ഉൾപ്പെടുത്തിയില്ല എന്ന് പറഞ്ഞാൽ ശശി തരൂരിന്റെ നിലപാടുകൾ ലോകമറിയേണ്ടതില്ല എന്നുള്ളതാണ്. ആ നിലപാടുകൾ ലോകം അറിയിക്കുക എന്നുള്ളത് ഇന്ത്യയുടെ ഭരണ സംവിധാനത്തിന്റെ ഭാഗമല്ലേ, അതെ തീർച്ചയായും. ഇന്ത്യൻ ഭരണ സംവിധാനത്തിന്റെ ഒരു ഒരു ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമല്ലേ. അപ്പൊ അത് ഒഴിവാക്കാൻ കഴിയില്ല എന്നുള്ളത് കോൺഗ്രസ്സുകാർ മനസ്സിലാക്കണ്ടേ. കോൺഗ്രസ്സുകാർ അത് മനസ്സിലാക്കിയില്ല, അവരുടെ നേതൃത്വം അത് മനസ്സിലാക്കിയില്ല. തീർച്ചയായിട്ടും.